ബാങ്കോക്കിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച അരുമ മൃഗങ്ങളെ പിടികൂടി. കുരങ്ങ് വർഗത്തിൽപ്പെട്ട 5 ജീവികളെയും പക്ഷികളെയുമാണ് പിടികൂടിയത്. 2 പേർ പിടിയിലായിട്ടുമുണ്ട്. പ്രദീപ് ജോസഫ് ചേർന്നു വിവരങ്ങളുമായി. പ്രദീപ്, ഇവരെങ്ങനെയാണ് പിടിയിലാവുന്നത്? എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി തായ് എയർവേസിന്റെ വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അരുമ ജീവജാലങ്ങളെയുമായി എത്തിയപ്പോഴാണ് 2 പേർ പിടിയിലായത്. പത്തനംതിട്ട സ്വദേശി ജോബ്സൺ, ഒപ്പമുണ്ടായിരുന്ന ആര്യ എന്നിങ്ങനെ 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഈ മാസം 25-ാം തീയതിയാണ് ഇവർ ബാങ്കോക്കിലേക്ക് പോയത്. തിരികെ എത്തുന്ന വഴിയാണ് ജീവജാലങ്ങളുമായി പിടിയിലായത്. കുരങ്ങ് വർഗത്തിൽപ്പെട്ട 5 ജീവികളുണ്ട്. കൂടാതെ അതായത് മാർമോസെറ്റ് വിഭാഗത്തിൽപ്പെടുന്ന കുരങ്ങുകളുണ്ട്. കൂടാതെ തത്തകൾ ഉൾപ്പെടെയുള്ള പക്ഷികളുണ്ട്. പിടികൂടിയ ജീവജാലങ്ങൾക്ക് ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപ വില വരുമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ ജീവജാലങ്ങളെ കടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇവർ പോയി വന്നത് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. കസ്റ്റംസ് എയർ ഇൻ്റലിജൻസ് വിഭാഗമാണ് ഈ ജീവജാലങ്ങളെ കൊണ്ടുവരുന്ന വിവരം കണ്ടെത്തി ഇവയെ തടഞ്ഞു വെച്ചത്. പിന്നീട് വനം വകുപ്പിന് കൈമാറി. വനം വകുപ്പ് ഇവരുടെ പേരിൽ കേസെടുത്തു. ഇരുവരെയും നാളെ കോടതിയിൽ ഹാജരാക്കും. നിലവിൽ ഈ ജീവജാലങ്ങൾ കസ്റ്റംസിൻ്റെ കൈവശമാണ് ഉള്ളത്. മറ്റാർക്കെങ്കിലും വേണ്ടി ഇവർ കടത്തിക്കൊണ്ടുവന്നതാണോ അതോ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടത്തിക്കൊണ്ടുവന്നതാണോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിച്ചു വരുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ അപൂർവീനം ജീവജാലങ്ങളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. വേഴാമ്പൽ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ ഇത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബാങ്കോക്ക് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് സാധാരണഗതിയിൽ കൊണ്ടുവരുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ കടത്തുന്നത് പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പിടിയിലായ ജീവജാലങ്ങൾക്ക് ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപ വില വരും. മാത്രവുമല്ല അപൂർവ ഇനത്തിൽപ്പെട്ട ജീവജാലങ്ങളെയാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. ബാങ്കോക്കിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച അരുമ മൃഗങ്ങളെയാണ് പിടികൂടിയിരിക്കുന്നത്. വനം വകുപ്പ് കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. 2 പേരാണ് പിടിയിലായത്. പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.